നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദില്ലി തെരുവിൽ കത്തിപ്പടർന്ന പാറ്റ പ്രക്ഷോഭത്തിന് മുന്നിൽ കീഴടങ്ങി നരേന്ദ്രമോദി സർക്കാർ. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയതോടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 21.5 ലക്ഷത്തിന്റെ അനധികൃത ഇടപാട്. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൈവിലങ്ങോടെ പ്രതി രക്ഷപ്പെട്ട് 3 ദിവസമായിട്ടും അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഇരുട്ടിൽ തപ്പും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട. സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ K. ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ്. തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന നാരായണൻ അത്രപ്പുള്ളിയുടെ ഓർമ്മദിനത്തിൽ ഗുരുവായൂരിലാണ് നാടകാവതരണം നടക്കുന്നത്. ദില്ലി തെരുവിൽ കത്തിപ്പടർന്ന പാറ്റ പ്രക്ഷോഭത്തിന് മുന്നിൽ കീഴടങ്ങി നരേന്ദ്രമോദി സർക്കാർ. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയതോടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇന്നുച്ചയോടെ CJP പ്രതിനിധികളുമായി കേന്ദ്രം ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും വെള്ളിയാഴ്ച ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രം തീരുമാനമായിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ തീരൂ എന്ന ആവശ്യത്തിലായിരുന്നു പ്രതിഷേധക്കാരും പ്രതിപക്ഷവും. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിൽ ഇന്ന് തീരുമാനം അറിയിക്കാം എന്നായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത്. തുടർന്ന് ഇന്ന് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പാറ്റകൾ കടന്നിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധം പടരുകയും ചെയ്തു. ഇതിനിടെയാണ് മന്ത്രി രാജി സമർപ്പിച്ചത്. 21.5 ലക്ഷത്തിന്റെ അനധികൃത ഇടപാട്. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ 21.5 ലക്ഷം രൂപയുടെ അനധികൃത ഇടപാടുകൾ വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിൽ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പ്രതിഷേധ മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PA തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, മിനി മോൺസി, റോഷിദ് ഓടാട്ട്, അനീന ഷിബു, മിനി KP, ജിഷ ബേബി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് കോൺഗ്രസ് നേതാക്കളായ റെജിമാഷ്, CK ബാബു, രാധാകൃഷ്ണൻ, ജയൻ മാസ്റ്റർ, ജെറിൻ P രാജു, ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പ്രതിഷേധത്തിലും ഭിന്നത. കുന്നംകുളം നഗരസഭയിലേക്ക് നടന്ന മാർച്ചിൽ ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ വിട്ടുനിന്നു. ലബീബ് ഹസന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ബീന ബാബു, സോണി ഷാജി എന്നിവരാണ് പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നത്. പാർലമെന്റ് പാർട്ടി ലീഡർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിക്കുള്ളിലും കൗൺസിലർമാർക്കിടയിലും പരിഹരിക്കപ്പെടാനാകാതെ തുടരുന്നത് വലിയ പ്രതിസന്ധിയാണ് കുന്നംകുളത്തെ കോൺഗ്രസിൽ സൃഷ്ടിക്കുന്നത്.
കൗൺസിൽ യോഗത്തിലും വ്യത്യസ്ത നിലപാടുകളാണ് ഇരുപക്ഷവും സ്വീകരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധങ്ങളും ഇരുകൂട്ടരും പ്രത്യേകമായാണ് സംഘടിപ്പിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇടപെടാത്തത് പ്രവർത്തകർക്കിടയിൽ അമർഷത്തിനും കാരണമായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്തതും ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക വരി സംവിധാനം ഉണ്ടായിരിക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസിലെ പ്രതിയായ പുന്നൂർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാൻ കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതായിരുന്നു. ഇരു കൈകളിലും ബന്ധിപ്പിച്ച വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റിയ സമയത്തായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. 2 ആഴ്ച മുമ്പ് കുന്നത്തൂർ ബാറിന് മുന്നിലുണ്ടായ അടിപിടിയിൽ വടക്കേക്കാട് മുരിയന്തടം കോതോട്ടിൽ വിഷ്ണു യാദവിനെ ചെവിയിലും തലയിലും വെട്ടി പരിക്കേൽപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. നേരത്തെ കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി അടിപിടി കേസുകളിലും ഉൾപ്പെട്ട പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ട് 3 ദിവസമായിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന് ക്ഷീണമായി മാറുകയാണ്. ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിക്കായി വ്യാപകമായ അന്വേഷണം നടത്തിവരികയാണ്. ദേശീയപാത സർവീസ് റോഡിലൂടെ ലൈൻ ബസ്സുകളിലെ യാത്രയ്ക്ക് ദുരിതമേറെ. ബസ്സിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി ചാടിക്കടക്കണം. ദേശീയപാത സർവീസ് റോഡിന്റെ നിർമ്മാണം വൈകുന്നതിനാൽ ചില ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് 6-വരിപ്പാതയിലൂടെയാണ്. മണത്തല അത്താണി മുതൽ അകലാട് മൂന്നൈനി വരെ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്തെ 10 സ്റ്റോപ്പുകളിലെത്തുന്ന യാത്രക്കാർക്കാണ് ബസ് കയറണമെങ്കിൽ ഹൈവേയുടെ സംരക്ഷണ ഭിത്തി ചാടിക്കടക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നത്. ചാവക്കാട് ഭാഗത്തുനിന്നും സർവീസ് റോഡിലൂടെ വരുന്ന ബസ്സുകൾ കോട്ടപ്പുറത്തുനിന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കും. പിന്നീട് 10 സ്റ്റോപ്പ് അപ്പുറം മൂന്നൈനിയിലാണ് ബസ് സർവീസ് റോഡിലേക്ക് ഇറങ്ങുക. കാജ കമ്പനി, എടക്കഴിയൂർ, പോസ്റ്റ്, പഞ്ചവടി, 6-ാം കല്ല്, 4-ാം കല്ല്, അകലാട്, ഒറ്റൈനി, 5-ാം കല്ല്, ഖാദിരിയ, മൂന്നൈനി എന്നീ സ്റ്റോപ്പുകളിലുള്ളവരാണ് ബസ്സു കയറാൻ ഹൈവേയിൽ കയറിപ്പറ്റേണ്ടി വരുന്നത്. ദേശീയപാതയുടെ കിഴക്കും പടിഞ്ഞാറുമായി 300 മീറ്റർ വീതം ദൂരമാണ് കലുങ്ക് കാന നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത്. പടിഞ്ഞാറുവശത്ത് കാജ കമ്പനി മുതലുള്ള ഭാഗത്താണ് സർവീസ് റോഡ് നിർമ്മാണം കഴിയാനുള്ളത്. കിഴക്കുവശത്ത് തെക്കേ മദ്രസ അതിർത്തിയിൽ കലുങ്ക്, സർവീസ് റോഡ്, കാന എന്നിവയുടെ പണിയും പൂർത്തിയാക്കാനുണ്ട്. ഇതിനാൽ പുതുപൊന്നാനിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ എടക്കഴിയൂർ അടിപ്പാതയിലൂടെ പടിഞ്ഞാറു ഭാഗത്തേക്ക് കടക്കും. ഇവിടെ നിന്നും സർവീസ് റോഡിലൂടെ പോയി അത്താണി അടിപ്പാതയിൽ വീണ്ടും കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കും. യാത്രക്കാരുടെ ദുരിതം ദേശീയപാത അതോറിറ്റിയെ പലവട്ടം അറിയിച്ചെങ്കിലും നാമമാത്രമായ തൊഴിലാളികളെ വെച്ചാണ് പണികൾ നടത്തുന്നത്. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് യാത്രക്കാരുടെ ദുരിതമകറ്റണമെന്നാണ് ഇവരുടെ അപേക്ഷ. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇക്കാര്യത്തിൽ അധികൃതർ മൗനം പാലിച്ചതോടെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിലാണ്. നഗരത്തിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ആശ്രയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളാണ്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഗതികേടിലാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ ക്യാമറകളെല്ലാം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും
ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അടുത്ത കാലത്തായി 2 കൊലപാതകങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഇതുകൂടാതെ നിരവധി മോഷണങ്ങളും അടിപിടികളും വേറെയുമുണ്ട്. കൊലപാതക കേസുകളിൽ മരിച്ചവരും പ്രതികളും തെരുവിൽ കഴിഞ്ഞവരാണെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിലെത്തി താവളമാക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. സുരക്ഷാ ക്യാമറകൾ പുനഃസ്ഥാപിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ എളുപ്പമാണ്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭ, ദേവസ്വം, സർക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടുപന്നിയെ വേട്ടയാടി കാറിൽ കടത്തുന്നതിനിടെ 2 പേർ പോലീസ് പിടിയിൽ. വടക്കാഞ്ചേരി പരുത്തിപ്രയിലാണ് കാറിൽ കൊന്ന നിലയിൽ കാട്ടുപന്നിയെ കടത്തുകയായിരുന്ന മുപ്ലിയം സ്വദേശികളായ വായിക്കപ്പറമ്പിൽ ഹരിദാസ്, മണിയറക്കൻ സന്തോഷ് എന്നിവർ വാഹന പരിശോധനയ്ക്കിടെ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു നിർത്തിയ KL 36 B0825 നമ്പർ കാറിന്റെ ഡിക്കിയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തുകയായിരുന്നു. മച്ചാട് റേഞ്ചിലെ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇവർ കാട്ടുപന്നിയെ വേട്ടയാടി കടത്താൻ ശ്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. തുടർ നടപടികൾക്കായി പ്രതികളെയും കാട്ടുപന്നിയെയും പോലീസ് വനം വകുപ്പിന് കൈമാറി. ചാലിശ്ശേരി പഞ്ചായത്തിലെ കോതമംഗലം കാക്കശ്ശേരി പാടശേഖരത്തിലെ കർഷകർക്കുള്ള വിത്ത് വിതരണം നടന്നു. ഇരു പാടശേഖരങ്ങളിലുമായി 200 ഏക്കർ മുണ്ടകൻ കൃഷിയിടത്തിലേക്ക് ആവശ്യമായി വരുന്ന ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിഭവൻ വഴി പഞ്ചായത്ത് സൗജന്യമായി വിതരണം ചെയ്തത്. കർഷകനും കോതമംഗലം പാടശേഖര സമിതി പ്രസിഡന്റുമായ സേതു മുഹമ്മദിന്റെ വസതിയിൽ വെച്ച് നടന്ന വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. പഞ്ചായത്ത് പദ്ധതി വിഹിതം കൃത്യമായി ലഭിക്കാത്തതിനാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കർഷകർക്ക് കൃഷിക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കോതമംഗലം പാടശേഖര സമിതി പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, മെമ്പർമാരായ മോനു, സിജി, സാബു, കാക്കശ്ശേരി പാടശേഖര സമിതി സെക്രട്ടറി സുനിൽ PB, ചാലിശ്ശേരി കൃഷി ഓഫീസർ സൂര്യ C എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനടയാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടി സ്വീകരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അനുമതിയില്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്ന് അപകടകരമായ വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗതാഗതക്കുരുക്കിനിടയാക്കുകയും കാൽനടയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുമായിരുന്നു ഈ ഭാഗത്തെ അനധികൃത പാർക്കിംഗ്. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി കർശനമാക്കിയത്. ക്ഷേത്രനടയിൽ നിന്ന് യാത്രക്കാരെ ചാക്കിട്ടുപിടിക്കാൻ പതുക്കെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും പെർമിറ്റില്ലാതെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയുണ്ടാകും. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഇത്തരത്തിൽ യാത്രക്കാരെ തേടി നഗരത്തിൽ പതുക്കെ ചുറ്റി സഞ്ചരിച്ച 10ഓളം ഓട്ടോറിക്ഷകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ അറിയിച്ചു. 3 പതിറ്റാണ്ടായി തുടരുന്ന പഴഞ്ഞി അരുവായ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒടുവിൽ പരിഹാരമായി. കാനയില്ലാത്തതിനാൽ മഴ പെയ്താൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുകയും മുട്ടൊപ്പം വെള്ളത്തിൽ സഞ്ചരിക്കേണ്ട അവസ്ഥയിലുമായിരുന്നു പ്രദേശത്തുകാർ. റോഡരികിലെ വീടുകളിലേക്കും വെള്ളം കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. തങ്ങളുടെ ദുരിതാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വാർഡ് മെമ്പറും കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ മുൻകൈയെടുക്കുകയായിരുന്നു. 4 ലക്ഷം രൂപ ചെലവാക്കി 2 കൾവെട്ടുകളും കാനയും ഉൾപ്പെടെയുള്ള നിർമ്മാണം 20 ദിവസത്തിനുള്ളിലാണ് പൂർത്തിയാക്കിയത്. അധികാരത്തിൽ വന്നാൽ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുമെന്ന തന്റെ വാക്കുപാലിച്ച ജനപ്രതിനിധിയുമായി മധുരം പങ്കിട്ടാണ് നാട്ടുകാർ സന്തോഷം പ്രകടിപ്പിച്ചത്. K ജയശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പദ്ധതി നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. M ഉദയശങ്കർ, സുനിൽ അരുവായ്, CB പഴഞ്ഞി, വിദ്യാധരൻ, അരവിന്ദാക്ഷൻ, രാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. K ദാമോദരൻ എഴുതിയ പാട്ടബാക്കി എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ്. തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന നാരായണൻ ആത്രപ്പുള്ളിയുടെ ഓർമ്മദിനത്തിൽ ഗുരുവായൂരിലാണ് നാടകാവതരണം നടക്കുന്നത്. 90 വർഷം മുമ്പ് K ദാമോദരൻ രചന നടത്തിയ പാട്ടബാക്കി ജൂലൈ 26 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ അവതരണം നടക്കും. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഈ നാടകം 5ാം തവണയാണ് അരങ്ങിലെത്തിക്കുന്നത്. 2017 ആദ്യമായി പാട്ടബാക്കി നാടകം തിയേറ്റർ വില്ലേജ് അരങ്ങിലെത്തിച്ചത്. ആദ്യ അവതരണം മുതൽ ഈ നാടകത്തെ വ്യത്യസ്ത രീതികളിലാണ്
തിയേറ്റർ വില്ലേജ് പ്രവർത്തകർ അരങ്ങിലെത്തിച്ചത്. 1936 രചിക്കപ്പെട്ട ഈ നാടകത്തിന്റെ സ്വതന്ത്ര ആവിഷ്കാരങ്ങൾ ഓരോ തവണയും വ്യത്യസ്തരായ എഴുത്തുകാരാണ് നിർവഹിച്ചത്. പത്രപ്രവർത്തകനും നാടകകൃത്തുമായ കെ ഗിരീഷ് കുമാറും കരിവെള്ളൂർ മുരളിയും ഇന്ദ്രൻ മച്ചാടും മുൻകാലങ്ങളിൽ പുനരാഖ്യാനം നടത്തിയിട്ടുള്ള ഈ നാടകം ഇപ്പോഴത്തെ അവതരണത്തിനുള്ള രചന നിർവഹിച്ചത് തിരക്കഥാകൃത്തായ പ്രദീപ് ശിവശങ്കറാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2014 മുതൽ പ്രവർത്തിച്ചുവരുന്ന സാംസ്കാരിക സംഘടനയായ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 50-ലധികം നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന പാട്ടബാക്കിയുടെ പുതിയ പതിപ്പിൽ ഏകദേശം 40ഓളം അഭിനേതാക്കളുണ്ട്. സിനിമ സീരിയൽ അഭിനേത്രി രജനി മുരളിയും ചലച്ചിത്ര സംവിധായിക അനുപമ മേനോനും ഉൾപ്പെടെ ഗുരുവായൂർ പരിസരങ്ങളിലെ വീട്ടമ്മമാരും ഉൾപ്പെടുന്നതാണ് ഈ നാടക സംഘം. ഞമനേങ്ങാട്ടെ കടലായി മനയിൽ ഇരുന്ന് എഴുതിയ കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി എഴുതപ്പെട്ട കാലത്ത് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ചില മനുഷ്യരെയും ചേർത്താണ് നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. EMS സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഐവർക്കളി ആശാനും കവിയുമായിരുന്ന ചെറുവത്താണി സ്വദേശി KC അപ്പുകുട്ടൻ, കൂനമുച്ചിയിലെ പൊതുപ്രവർത്തകനായിരുന്ന IV ഇയ്യുക്കുട്ടി എന്നിവർ ഈ നാടകത്തിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. EMS ആയി മുരളി കൊലഴിയും KC അപ്പുകുട്ടനായി വേലായുധൻ പല്ലവിയുമാണ് അരങ്ങിലെത്തുന്നത്. മറ്റു പ്രധാന കഥാപാത്രങ്ങളായ കിട്ടുണ്ണിയായി സുനിൽ ചന്ദ്രനും, മുഹമ്മദായി രാജൻ പുഷ്പാഞ്ജലിയും, കുഞ്ഞിമാളുവായി രാഗിണി കൊടുങ്ങല്ലൂരും, രാമൻ നായരായി പ്രശസ്ത സംഗീത സംവിധായകൻ ഉണ്ണി നമ്പ്യാരും അഭിനയിക്കുന്നു. 75 വയസ്സുള്ള മേരി ജേക്കബ് കോട്ടപ്പടിയും 8 വയസ്സുകാരൻ നൈനവും ഉൾപ്പെടുന്ന അഭിനേതാക്കളാണ് അരങ്ങിലെത്തുന്നത്. കോതക്കുളങ്ങര കേളു ആശാൻ മെമ്മോറിയൽ ഐവർക്കളി പഠനകേന്ദ്രത്തിലെ 15ഓളം കലാകാരന്മാരും രംഗത്തു വരുന്നുണ്ട്. കൂനമുച്ചിയിലെ ഓഡിറ്റോറിയത്തിൽ നാടക പരിശീലനം അവസാന ഘട്ടത്തിലാണ്. ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ് സംവിധാനം നിർവഹിക്കുന്നത്. കരിവെള്ളൂർ മുരളി, അഹമ്മദ് മൊയ്നുദ്ദീൻ, പണ്ഡിറ്റ് കറുപ്പൻ, KC അപ്പുകുട്ടൻ, രാജു തെക്കേപ്പുറം എന്നിവരുടെ വരികൾക്ക് രാഹുൽ B അശോക്, ശബരീഷ് എന്നിവരാണ് സംഗീതം നൽകിയിട്ടുള്ളത്. വെളിച്ചം സുരേന്ദ്രൻ തില്ലാന, മേക്കപ്പ് സുന്ദരൻ ചെട്ടിപ്പടി, സഹസംവിധാനം അനുപമ മേനോൻ, ഓഫീസ് നിർവഹണം സത്യൻ കണ്ടാണശ്ശേരി, നിർമ്മാണ നിർവഹണം രാജൻ പുഷ്പാഞ്ജലി, കലാസംവിധാനം ഷൈമോൻ ചേലാട് എന്നിവരാണ് നാടകത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൗൺസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും പരിശീലനവും നടത്തി. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിശീലനത്തിന് മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് E ഉഷ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുകളും റിട്ടയർ ചെയ്ത DDമാരായ K സുമതി, AK അജിതകുമാരി എന്നിവർ വിതരണം ചെയ്തു. കോർഡിനേറ്റർ P ഐലാസർ, ഭാരവാഹികളായ MF ജോയ്, PV ബാലചന്ദ്രൻ, തോംസൺ വാഴപ്പിള്ളി, സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനീഷ് K തോമസ്, ആന്റണി ഒലക്കെങ്കിൽ എന്നിവർ സംസാരിച്ചു. പ്രസംഗ മത്സരത്തിൽ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഇഫ്രാൻ, കുന്നംകുളം ബദനി ഗേൾസ് ഹൈസ്കൂളിലെ PN വൈഗ ഏങ്ങണ്ടിയൂർ, സെന്റ് തോമസ് ഹൈസ്കൂൾ വിദ്യാർത്ഥി PS ആദിലക്ഷ്മി എന്നിവർ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിലെത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധി സംബന്ധിച്ച അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച AI അറിവുത്സവം മണലൂർ MLAയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പുതിയ അറിവുകൾ നമുക്കുണ്ടാകുമ്പോൾ സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ ആ സാങ്കേതിക വിദ്യയ്ക്ക് നമ്മൾ ഒരിക്കലും അടിമയാകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യനുണ്ടാക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. മനുഷ്യൻ്റെ ബ്രെയിനിൽ ഉദിക്കുന്നതാണ് ഓരോ ചിന്തകൾ. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സാങ്കേതിക വിദ്യ. അറിവിൽ നിന്നാണ് സാങ്കേതിക വിദ്യ ഉണ്ടാവുക. സയൻസ് അല്ല ടെക്നോളജി. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഞാൻ ചർച്ച ചെയ്യാം. ഏതായാലും അങ്ങനെ ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയ്ക്ക് നമ്മൾ അടിമയാകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MV പ്രശാന്തൻ മാസ്റ്റർ, ലീല രാമകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിബിൻ കണ്ണൻ, പ്രസാദ് CN, സന്ധ്യ സജിത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ DEO ഇൻചാർജ് ഷീല ചാക്കോ P, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ V ജയരാജൻ,
ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിലാഷ് എം.ആർ, ജില്ലാ പ്രൊജക്ട് മാനേജർ ശ്രുതി ശിവൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് വിജയ് ഘോഷ്, ചൊവ്വനൂർ ബ്ലോക്ക് കോർഡിനേറ്റർ സൽമ വി.എച്ച്, കൂടാതെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ RGSA കോർഡിനേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദൈനംദിന ജീവിതത്തിലും തൊഴിൽ മേഖലയിലും AI ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അറിവും പരിശീലനവും നൽകി സാങ്കേതികവിദ്യയെ ജനകീയമാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും പരിപാടിയിൽ വിശദമായി പ്രതിപാദിച്ചു. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വിൻസ് പോൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, യുവജനങ്ങൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, സംരംഭകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിശീലനത്തിൽ പങ്കെടുത്തു. കുട്ടികളിൽ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മ 2026-27 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭത്തിന് തുടക്കമായി. ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലെ എല്ലാ അങ്കണവാടികൾക്കുമായി പോഷകവാടിക ഒരുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അങ്കണവാടികളിലേക്ക് ആവശ്യമായ മൺചട്ടികൾ, ചീരത്തൈകൾ, ജൈവവളങ്ങൾ എന്നിവ കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തു. കുട്ടികളിൽ ചെറുപ്രായം മുതൽക്കേ ആരോഗ്യകരമായ ഭക്ഷണരീതിയും കൃഷിബോധവും വളർത്തിയെടുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, വാർഡ് കൗൺസിലർ ഷജീഷ് എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് കൃഷി ഓഫീസർ K. സ്വേഗ ആന്റണി സ്വാഗതവും ICDS സൂപ്പർവൈസർ അനിത നന്ദിയും പറഞ്ഞു. 4 വർഷ ബിരുദ പഠനത്തിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക ജീവിതത്തിന് മികച്ച അടിത്തറ ഒരുക്കുന്നതിനായി അക്കിക്കാവ് മാർ ഒസ്താത്യോസ് കോളേജിൽ 3 ദിവസത്തെ ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിച്ചു. കോളേജിലെ IQACയും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിഭാഗങ്ങളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP ബാബു ബ്രിഡ്ജ് കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. പുതിയ അക്കാദമിക സാഹചര്യങ്ങളുമായി വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും ആശയവിനിമയശേഷി, പഠന നൈപുണി, വ്യക്തിത്വ വികസനം, ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ISO അംഗീകാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബശ്രീ CDS. മികവുറ്റ പ്രവർത്തനങ്ങൾക്കും സുതാര്യമായ സേവനങ്ങൾക്കും അംഗീകാരമായാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ISO 9001/2015 സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. CDS ഓഫീസിന്റെ മികച്ച ഭൗതിക സാഹചര്യങ്ങൾ, ഫയൽ മാനേജ്മെന്റ്, കൃത്യതയാർന്ന സേവന വിതരണം, ജനകീയ ഇടപെടലുകൾ എന്നിവ മുൻനിർത്തിയാണ് ഈ ആഗോള അംഗീകാരം ലഭിച്ചത്. പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന കണ്ടാണശ്ശേരി കുടുംബശ്രീ CDSന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് ഈ നേട്ടം. ISO ഓഡിറ്റർ KM സലീം CDS ചെയർപേഴ്സൺ MV വിജിതയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, CDS അക്കൗണ്ടന്റ് PS സൗമ്യ, CDS വൈസ് ചെയർപേഴ്സൺ KR രജിത, CDS മുൻ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, CDS മെമ്പർ സെക്രട്ടറി CO ആൻഡോ, ISO ഓഡിറ്റർ ഷാജിക്, CDS അംഗങ്ങൾ, CDS സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ, എക്സ് ഒഫീഷ്യ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ സംസ്കൃത അക്കാദമിയുടെ സംസ്കൃത സംഗമവും സംസ്കൃത സേവാരത്നം പുരസ്കാര സമർപ്പണവും പ്രൊഫസർ A. ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മുൻ മേൽശാന്തി KM അച്യുതൻ നമ്പൂതിരി ദീപം തെളിയിച്ച് ആരംഭിച്ച പരിപാടിയിൽ ഗുരുവായൂർ സംസ്കൃത അക്കാദമി ചെയർമാനും പോണ്ടിച്ചേരി NIT ഡീനുമായ ഡോക്ടർ VP ഹരിഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. മഹർഷി പാണിനി വിശ്വവിദ്യാലയത്തിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ CG വിജയകുമാർ ഡോക്ടർ A. അശ്വതി വിജയന് സംസ്കൃത സേവാരത്ന പുരസ്കാരം സമർപ്പിച്ചു. ഡോക്ടർ SN മഹേഷ് ബാബു, റിജേഷ് പുളിക്കൽ, IP രാമചന്ദ്രൻ, V. അനൂപ്, ഡോക്ടർ P. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. SSLC, +2, അബാക്കസ് എന്നീ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDSകൾക്ക് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വായ്പാ വിതരണം നടന്നു. കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDSകൾക്കായി അനുവദിച്ച ബൾക്ക് ലോണിന്റെ വിതരണ ഉദ്ഘാടനം
ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി. സോമശേഖരൻ, വിവിധ കൗൺസിലർമാർ, CDS ചെയർപേഴ്സൺ രമണി, പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ പ്രറ്റി, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിന്നു, CDS വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, കുടുംബശ്രീ അക്കൗണ്ടന്റുമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 2.5 കോടി രൂപയുടെ വായ്പയാണ് നഗരസഭാ പരിധിയിലെ 2 കുടുംബശ്രീ CDSകൾക്കായി അനുവദിച്ചിട്ടുള്ളത്. അയൽക്കൂട്ടങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കും. CDS 1 14 അയൽക്കൂട്ടങ്ങൾക്കായി 1,21,40,000 രൂപയും CDS 2 11 അയൽക്കൂട്ടങ്ങൾക്കായി 1,30,000 രൂപയുമാണ് വായ്പയായി വിതരണം ചെയ്തത്. മമ്മിയൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം നടത്തി. NSS അംഗം ലത ബാലഗംഗാധരന്റെ വസതിയിൽ വനിതാ സമാജം ഭാരവാഹികളായ ശ്രീജ മാധവദാസ്, ശോഭന കൂടത്തിങ്കൽ, സുധ മങ്ങാട്ട്, ലത ബാലഗംഗാധരൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. കരയോഗം ഭാരവാഹികളായ രാമചന്ദ്രൻ പല്ലത്ത്, R. ജയകുമാർ, അരവിന്ദൻ പല്ലത്ത്, ജ്യോതിശങ്കർ കൂടത്തിങ്കൽ, കൃഷ്ണൻ നായർ താവളത്തിൽ എന്നിവർ സംസാരിച്ചു. പാരായണം നാളെ സമാപിക്കും. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് ബ്രിട്ടനിലെ ആൾട്ടണിൽ പ്രൗഢഗംഭീരമായ തുടക്കം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 60ാമത് ആഗോള വാർഷിക സമ്മേളനത്തിന് ഹദീഖത്തുൽ മഹ്ദിയിലാണ് തുടക്കമായത്. 3 ദിവസത്തെ അന്താരാഷ്ട്ര സംഗമം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവും 5ാം ഖലീഫയുമായ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മാനവകുലത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും ഓരോ നന്മയുടെയും അടിത്തറ ദൈവഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവം നൽകിയ എല്ലാ കഴിവുകളും ദൈവമാർഗത്തിൽ വിനിയോഗിച്ച് സൃഷ്ടിസേവനം നിർവഹിക്കണമെന്നും ശുഭപര്യവസാനം ദൈവഭയമുള്ളവർക്കാണെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, പൗരനേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങി നിരവധി പ്രമുഖർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കൂടാതെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഒരുക്കുന്ന പ്രത്യേക പ്രദർശനങ്ങളും സമ്മേളന നഗരിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി 50,000-ലധികം പ്രതിനിധികളാണ് ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമായ ഈ സംഗമം വർദ്ധിച്ചുവരുന്ന ആഗോള സംഘർഷങ്ങൾക്കിടയിൽ സമാധാനം, ഐക്യം, മാനവികത എന്നീ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2026-27 വർഷത്തെ OSA രൂപീകരിച്ചു. പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ, സെക്രട്ടറി MA ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ, ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ പ്രദീപ് നമ്പീശൻ, അസിസ്റ്റന്റ് ട്രഷറർ AS രവീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ ആനി ടീച്ചർ, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന C ജേക്കബ് എന്നിവർ സംസാരിച്ചു. രണ്ടായിരത്തി 2025-26 ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. മേഖലയിലെ കോൾപ്പാട ശേഖരങ്ങളായ പുല്ലാണിച്ചാൽ, താമരവട്ടം എന്നീ കോൾപ്പടവുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. പുല്ലാണിച്ചാൽ പാടശേഖര സമിതിയുടെ സെക്രട്ടറി സോമൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രിൻസ്, TS മണികണ്ഠൻ, സ്വീറ്റി ഷാജു, സന്ധ്യ ഷിബു, KH സിദ്ദിഖ്, പാടശേഖര സമിതി പ്രസിഡന്റ് ഷാജി മൂലപ്പാട്, പൊല്ലാണിച്ചാൽ പടവിന്റെ മുൻ പ്രസിഡന്റ് സോണി സക്കറിയ, മത്സ്യ ഫിഷറീസ് വകുപ്പിന്റെ കോർഡിനേറ്റർ അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി 2025-26 പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. പുല്ലാണിച്ചാൽ, താമരവട്ടം എന്നീ പടവുകളിലെ 48 ഹെക്ടറുകളിലേക്കായി 1,44,000 കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പദ്ധതി പ്രകാരം നിക്ഷേപിക്കുന്നത്. 2,30,000 രൂപയുടെ പ്രവർത്തനങ്ങൾ പദ്ധതി പ്രകാരം നടത്തും.
കേരള വ്യാപാരി വ്യവസായി സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബേബി ശ്രീകൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് SSLC, +2 ഡിഗ്രി, PG, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കും. കൂടാതെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടക്കും. വ്യാപാരികളും സമിതി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടകരായ പ്രസിഡന്റ് രാജൻ ഫാമിലി, സെക്രട്ടറി TK മുഹമ്മദ്, ട്രഷറർ A വിജയൻ, രക്ഷാധികാരി VS ശിവാസ് എന്നിവർ അറിയിച്ചു. ലോകകപ്പിന്റെ ആവേശം തീർത്ത് കുന്നംകുളം മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയ പ്രവചന മത്സരത്തിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ഫിഫ വേൾഡ് കപ്പ് ഗിവ് അവേ എന്ന പേരിൽ നടത്തിയ പ്രവചന മത്സരത്തിന്റെ നറുക്കെടുപ്പ് മലായ ഗോൾഡൻ ഡയമണ്ട്സിൽ നടന്നു. മലായ മാനേജിംഗ് ഡയറക്ടർ CM അബൂബക്കർ ഹാജി, യാസിൻ ഹാരിസ് എന്നിവർ നറുക്കെടുത്തു. ലോകകപ്പ് വിജയികളെ കൃത്യമായി പ്രവചിച്ചവരിൽ നിന്ന് ഒന്നാം സമ്മാനമായ 2 ഗ്രാം ഗോൾഡ് കോയിൻ എടക്കാട് കുറ്റിക്കകം തൈക്കകത്ത് അർഷാദ് TK സ്വന്തമാക്കി. ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകളെ കൃത്യമായി പ്രവചിച്ചവരിൽ നിന്ന് 2ാം സമ്മാനമായ 1 ഗ്രാം ഗോൾഡ് കോയിൻ ഹൈദരലി യൂസഫ് സ്വന്തമാക്കി. ചടങ്ങിൽ മലായ ഡയറക്ടർമാരായ ഹാരിസ് ബക്കർ, അനീസ് ബക്കർ, ജനറൽ മാനേജർ ഫാറൂഖ് കുട്ടോത്ത്, മാർക്കറ്റിംഗ് മാനേജർ AC ഉമ്മർ, പർച്ചേസ് മാനേജർ നിഷ ഉമ്മർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് അക്കാദമി ചെയർമാൻ ഷമീർ, അർഷാദ്, റസ്ലി സുബൈർ എന്നിവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. കൂടുതൽ പേരും അർജന്റീന ഫ്രാൻസ് ഫൈനലും അതിൽ അർജന്റീന കപ്പെടുക്കുമെന്നുമായിരുന്നു പ്രവചിച്ചത്. സ്പെയിനിനെ സാധ്യത കണ്ടിരുന്നവർ കുറവായിരുന്നുവെങ്കിലും പ്രവചനത്തിൽ പങ്കെടുത്തവർ അവരെ തള്ളിക്കളഞ്ഞിരുന്നില്ല. ജൂലൈ 9 വരെയായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നത്. നറുക്കെടുപ്പ് വിജയികൾക്ക് പിന്നീട് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ലോകകപ്പിന്റെ ഭാഗമായി സ്ഥാപനത്തിൽ കായിക താരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകൾ സ്ഥാപിച്ചും ഫിഫ കപ്പിന്റെ മാതൃക തീർത്തും മനോഹരമായ പോസ്റ്ററുകൾ സ്ഥാപിച്ചും ആവേശത്തിനൊപ്പം മലായയും ചേർന്നിരുന്നു. മത്സരങ്ങൾ കാഴ്ചക്കാർക്ക് നേരിൽ കാണുവാൻ സ്ഥാപനത്തിന് മുൻപിൽ സംവിധാനവും ഒരുക്കിയിരുന്നു. കേച്ചേരി എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് 6:30 കപ്പേളയിൽ ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 6:45 എരനല്ലൂർ ഇടവക ദേവാലയത്തിൽ ലതീഞ്ഞ്, നോവേന, ദിവ്യബലി, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കൽ എന്ന തിരുകർമ്മങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് 1:30 വള എഴുന്നള്ളിപ്പുമുണ്ടാകും. വൈകിട്ട് 6:45 വള എഴുന്നള്ളിപ്പിന്റെ സമാപനത്തിനു ശേഷം 7 മണിക്ക് ലതീഞ്ഞിനും നോവേനയ്ക്കും നേർച്ച വിതരണത്തിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. മഴുവഞ്ചേരി സെന്റ് ജെയിംസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് AN വിൻസെന്റ്, തിരുനാൾ കൺവീനർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും. JTK ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായി ബോധിധർമ്മ JTK ഇന്ത്യയുടെ ചീഫ് ഇൻസ്ട്രക്ടറും ഡയറക്ടറുമായ ഹൻഷി KS മനോജ് ജപ്പാനിലേക്ക് പുറപ്പെട്ടു. ജൂലൈ 26-നാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ 23-ന് ഞമനങ്ങാട് ബോധിധർമ്മ അക്കാദമിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഉജ്ജ്വലമായ യാത്രയയപ്പ് നൽകിയതിനു ശേഷമാണ് JTK ഡയറക്ടർ ഹൻഷി KS മനോജ് ജപ്പാനിലേക്ക് പുറപ്പെട്ടത്. അക്കാദമി പ്രസിഡന്റ് സെൻസായി TS സജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെൻസായി സ്വരാജ് സ്വാഗതവും സെൻസായി ഷഹീൻ നന്ദിയും പറഞ്ഞു. സെൻസായി മണികണ്ഠൻ, അക്കാദമി PTA സെക്രട്ടറി ലനിത എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും പരിശീലകരും പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് KS മനോജ് മാത്രമാണ് പങ്കെടുക്കുന്നത്. പരമ്പരാഗത ഷോട്ടോക്കാൻ കരാട്ടയുടെ പ്രചാരണത്തിനും വികസനത്തിനുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മനോജ് നിരവധി ദേശീയ അന്തർദേശീയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ഒട്ടനവധി കരാട്ടെ താരങ്ങളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി പുന്നേർകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അക്കാദമി പ്രസിഡന്റ് TS സജീഷ്, സെക്രട്ടറി PU ഷഹീൻ, TB മണികണ്ഠൻ, TM സ്വരാജ്, TV ലനിത എന്നിവർ പങ്കെടുത്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് കാരുകുളം ശ്രീ മഹാശിവ വിഷ്ണു ക്ഷേത്രത്തിൽ
കർക്കിടകം 1 മുതൽ ആചാര്യ വസുമതി ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണം കർക്കിടകം 10 ജൂലൈ 26 ഞായറാഴ്ച സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് രാവിലെ 8:30 വിശേഷാൽ പൂജകൾക്ക് ശേഷം കാരുകുളം തണ്ടേങ്കാട്ട് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്ര 11 മണിയോടെ കാരുകുളം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. വസുമതി ടീച്ചർ രാമായണ പാരായണ സമാപനം നടത്തും. ശേഷം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ പ്രസാദഊട്ടും ഉണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,250 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം കൊങ്ങണൂർ കമ്പിപ്പാലം കാവിൽ വീട്ടിൽ രാജൻ നിര്യാതനായി 76 വയസ്സായിരുന്നു. പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് റിട്ടയർഡ് ജീവനക്കാരനാണ് പരേതൻ. സംസ്കാരം നടത്തി. സരോജം ഭാര്യയും ശരത് രാജ്, ശരണ്യ എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ തത്തപ്പറമ്പിൽ താമസിക്കുന്ന പറവളപ്പിൽ ഉക്രു മകൻ പ്രിൻസ് നിര്യാതനായി 70 വയസ്സായിരുന്നു. റിട്ടയർഡ് KSRTC വെഹിക്കിൾ സൂപ്പർവൈസറാണ് പരേതൻ. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. വത്സ ഭാര്യയും ഡിലി, മിലി, ഡിമി എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അയനൂർ ചീരൻ വീട്ടിൽ പരേതനായ പൗലോസ് മകൻ ഇയാവു നിര്യാതനായി 96 വയസ്സായിരുന്നു. പരേതയായ ലില്ലിയാണ് ഭാര്യ. സ്റ്റീഫൻ, ഷീബ, ബിജു എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പഴഞ്ഞി ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. കേച്ചേരി തലക്കോട്ടുകര താഴത്തുപുരയ്ക്കൽ വത്സല നിര്യാതയായി 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ കൃഷ്ണനാണ് ഭർത്താവ്. സതീഷ്, നിജേഷ്, സ്മിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദില്ലി തെരുവിൽ കത്തിപ്പടർന്ന പാറ്റ പ്രക്ഷോഭത്തിന് മുന്നിൽ കീഴടങ്ങി നരേന്ദ്രമോദി സർക്കാർ. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയതോടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. $21.5 ലക്ഷത്തിന്റെ അനധികൃത ഇടപാട്. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൈവിലങ്ങോടെ പ്രതി രക്ഷപ്പെട്ട് 3 ദിവസമായിട്ടും അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ K. ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാൻ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന നാരായണൻ ആത്രപ്പുള്ളിയുടെ ഓർമ്മദിനത്തിൽ ഗുരുവായൂരിലാണ് നാടകാവതരണം നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.